പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധമേഘങ്ങൾ കടുക്കുകയും അന്താരാഷ്ട്ര രാഷ്ട്രീയ അന്തരീക്ഷം സങ്കീർണമാവുകയും ചെയ്യുന്ന നിർണായക ഘട്ടത്തിലൂടെയാണ് ആഗോള സമൂഹം കടന്നു പോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയങ്ങൾക്കും സൈനിക തന്ത്രങ്ങൾക്കും കടുത്ത തിരിച്ചടി ഏൽപ്പിച്ചുകൊണ്ട് പേർഷ്യൻ ഉൾക്കടലിലും ഹോർമുസ് കടലിടുക്കിലും അപ്രതീക്ഷിതവും അങ്ങേയറ്റം അപകടകരവുമായ സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. അടുത്തിടെ ലോക ശ്രദ്ധ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് രണ്ട് UAE വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ്. ആഗോള ഇന്ധന വിതരണത്തിന്റെ പ്രധാന നാഡിയായി അറിയപ്പെടുന്ന ഈ കടലിടുക്കിൽ നടന്ന ആക്രമണം വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. ഈ ആക്രമണം കേവലം രണ്ട് വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടന്ന പ്രാദേശികമായ ഒരു സംഭവമായി കാണാൻ കഴിയില്ല. മേഖലയിലെ അമേരിക്കൻ സഖ്യകക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ട്രംപ് ഭരണകൂടം പരാജയപ്പെടുന്നു എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവായി ഇത് വിലയിരുത്തപ്പെടുന്നു. മറുവശത്ത് ഈ പ്രകോപനങ്ങൾ നേരിടാൻ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന US സൈനികർ നേരിടുന്ന ഭയാനകവും ദയനീയവുമായ സാഹചര്യങ്ങളെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അറബിക്കടലിലും പേർഷ്യൻ ഉൾക്കടൽ മേഖലയിലും തന്ത്രപ്രധാനമായ പങ്കുവഹിക്കുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS അബ്രഹാം ലിങ്കണിലെ സൈനികർ അനുഭവിക്കുന്ന കടുത്ത ശാരീരിക മാനസിക സമ്മർദ്ദങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത്. ദീർഘനാളായി നീളുന്ന കടുത്ത സൈനിക വിന്യാസവും ആവർത്തിച്ചുള്ള യുദ്ധസന്നദ്ധതയും സൈനികരുടെ സാധാരണ ജീവിതത്തെ പൂർണ്ണമായും തകിടം മറിച്ചിരിക്കുകയാണ്. തുടർച്ചയായ കാവൽ ജോലി, ആവശ്യത്തിന് വിശ്രമമില്ലായ്മ, കുടുംബങ്ങളിൽ നിന്നുള്ള ദീർഘകാല അകൽച്ച എന്നിവ USS അബ്രഹാം ലിങ്കണിലെ സൈനികരെ മാനസിക തകർച്ചയുടെ അരികിലെത്തിച്ചിരിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് കപ്പലിലെ ഭൂരിഭാഗം സൈനികരും അതികഠിനമായ വിഷാദ രോഗത്തിനും മാനസിക അസ്വസ്ഥതകൾക്കും അടിമപ്പെട്ടിരിക്കുകയാണ്. സാഹചര്യങ്ങളുടെ കാഠിന്യം കാരണം സ്വന്തം ജീവൻ എടുക്കുന്നതിനെ കുറിച്ച് പോലും ചില സൈനികർ ചിന്തിച്ചു തുടങ്ങി. ഈ വിവരങ്ങൾ അമേരിക്കൻ ജനതയെയും സൈനിക വൃത്തങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചിട്ടുണ്ട്. ഈ സൈനിക പ്രതിസന്ധി ട്രംപിന്റെ സൈനിക നയങ്ങളുടെ പരാജയമായി പ്രതിപക്ഷം മാറ്റി നിർത്തുമ്പോൾ സൈനികരുടെ ജീവനും മാനസികാരോഗ്യവും പണയം വെച്ചുകൊണ്ട് നടത്തുന്ന പശ്ചിമേഷ്യൻ സൈനിക വിന്യാസങ്ങൾക്കെതിരെ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ഈ ആഭ്യന്തര ബാഹ്യ പ്രതിസന്ധികൾക്കിടയിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത നയതന്ത്ര ആക്രമണങ്ങളും അമേരിക്കയ്ക്കെതിരെ ഉയർന്നു വരുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യദ് അബ്ബാസ് അരാഗ്ചി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരസ്യമായി പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയത് പ്രതിസന്ധിയുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പരസ്യ അധിക്ഷേപം ട്രംപിന്റെ ആഗോള പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത്. മുൻപ് പലപ്പോഴും ഇറാന് കടുത്ത ഉപരോധങ്ങളും ഭീഷണികളും ഉയർന്നിരുന്ന ട്രംപിന് ഇപ്പോൾ ഇറാന്റെ ശക്തമായ തിരിച്ചടികൾക്കും നയതന്ത്ര ആക്രമണങ്ങൾക്കും മുൻപിൽ മറുപടിയില്ലാത്ത അവസ്ഥയാണുള്ളത്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ആക്രമണങ്ങളും US സൈനികരുടെ ദയനീയ അവസ്ഥയും ഇറാന്റെ കടന്നാക്രമണ നയങ്ങളും കൂട്ടിവായിക്കുമ്പോൾ ട്രംപ് സൃഷ്ടിച്ച ഇറാൻ വിരുദ്ധ നയം അമേരിക്കയെ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇറാനെ സാമ്പത്തികമായും സൈനികമായും ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ട്രംപ് നടപ്പിലാക്കിയ അതികഠിനമായ ഉപരോധങ്ങളും നയതന്ത്ര സമ്മർദ്ദങ്ങളും ഉദ്ദേശിച്ച ഫലം കണ്ടില്ലെന്ന് മാത്രമല്ല, മേഖലയിലെ നിലവിലുള്ള സമാധാനം പൂർണ്ണമായും തകർക്കുകയും ചെയ്തു. അമേരിക്കൻ വിദേശ നയത്തിന്റെ ഈ തകർച്ച പശ്ചിമേഷ്യയിലെ പരമ്പരാഗത സഖ്യകക്ഷികളായ UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലും വലിയ ആശങ്ക വിതച്ചു. തങ്ങളുടെ സുരക്ഷയ്ക്കായി അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്നത് സുരക്ഷിതമല്ലെന്ന ചിന്ത ഈ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ശക്തമാകാൻ ഇത് കാരണമായി. അതേസമയം ഹോർമുസ് കടലിടുക്കിലെ അസ്ഥിരത ആഗോള സാമ്പത്തിക മേഖലയെയും എണ്ണ വിപണിയെയും വളരെ പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലോകത്തിലെ എണ്ണ ഗതാഗതത്തിന്റെ വലിയൊരു ശതമാനം കടന്നു പോകുന്ന ഈ സമുദ്രപാതയിൽ സുരക്ഷാ ഭീഷണി ഉയരുമ്പോൾ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. USS അബ്രഹാം ലിങ്കൺ പോലെ വലിയൊരു യുദ്ധക്കപ്പലിൽ സൈനികർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗണിനും വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. യുദ്ധസന്നദ്ധത നിലനിർത്തുന്നതിനായി കപ്പലുകൾ ദീർഘകാലം കടലിൽ നിർത്തുന്ന പരമ്പരാഗത രീതി മാറ്റേണ്ടി വരുമെന്ന സമ്മർദ്ദം പെന്റഗണിന് മേൽ ശക്തമായിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയിലും വലിയ നിഴൽ വീഴ്ത്തുന്നുണ്ട്.
അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തി വിദേശ യുദ്ധങ്ങളിൽ നിന്ന് പിന്മാറുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് വീണ്ടും പശ്ചിമേഷ്യൻ ചതിക്കുഴികളിൽ പെട്ടുപോയെന്ന വിമർശനം ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് കടുത്ത തിരിച്ചടിയാകുന്നു. ഇറാന്റെ തന്ത്രപരമായ നീക്കങ്ങളും പ്രാദേശികമായ സ്വാധീനവും പ്രതിരോധത്തിലാക്കാൻ ട്രംപ് ഭരണകൂടത്തിന് കൃത്യമായ ഒരു പ്ലാൻ ബി ഇല്ലെന്ന വസ്തുതയും ഈ സംഭവങ്ങളിലൂടെ വ്യക്തമാകുന്നുണ്ട്. ഉപരോധങ്ങൾ കൊണ്ട് ഇറാന്റെ നിശ്ചയദാർഢ്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടിട്ടും സൈനികമായി അവരെ നേരിടാനുള്ള ശേഷിയോ രാഷ്ട്രീയ ഇച്ഛാശക്തിയോ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഹോർമുസ് കടലിടുക്കിൽ നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന കാര്യത്തിൽ പരസ്പര ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന്റെ രാഷ്ട്രീയ ലാഭം പൂർണ്ണമായും ലഭിച്ചിരിക്കുന്നത് ഇറാനാണ്. അമേരിക്കൻ സൈന്യത്തിന്റെ ദുർബലതയും സഖ്യകക്ഷികളുടെ അരക്ഷിതാവസ്ഥയും തുറന്നുകാട്ടാൻ ഇറാന് സാധിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിലെ ഈ രൂക്ഷമായ പ്രതിസന്ധി പരിഹരിക്കാൻ ഉടൻ തന്നെ കാര്യക്ഷമമായ നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ സ്ഥിതിഗതികൾ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. ട്രംപ് നേരിടുന്ന ഈ ഇറാൻ പ്രതിസന്ധി കേവലം ഒരു വിദേശ നയ പരാജയം മാത്രമല്ല, അമേരിക്കൻ സൈനിക ഘടനയുടെയും അവരുടെ ആഗോള സ്വാധീനത്തിന്റെയും തകർച്ചയുടെ അടയാളം കൂടിയാണ്. ഈ ഘട്ടത്തിൽ ട്രംപ് ഭരണകൂടത്തിന് മുന്നിലുള്ള ഒരേയൊരു വഴി ഇറാന്റെ നിബന്ധനകൾക്ക് വഴങ്ങി നയതന്ത്ര ചർച്ചകളിലേക്ക് മടങ്ങുകയോ അല്ലെങ്കിൽ സൈനിക സാന്നിധ്യം പുനഃപരിശോധിക്കുകയോ ചെയ്യുക എന്നതാണ്. ഹോർമുസ് കടലിടുക്കിലെ എണ്ണക്കപ്പൽ ആക്രമണങ്ങളും USS എബ്രഹാം ലിങ്കണിലെ അമേരിക്കൻ സൈനികരുടെ ദയനീയ അവസ്ഥയും പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ ട്രംപിനുണ്ടായ വൻ തിരിച്ചടിയെയാണ് വിരൽ ചൂണ്ടുന്നത്. ഇറാന്റെ ഉറച്ച നിലപാടുകൾക്കും സയ്യദ് അബ്ബാസ് അരാഗ്ചിയുടെ മൂർച്ചയേറിയ വാക്കുകൾക്കും മുൻപിൽ ഒരു കാലത്ത് ആഗോള ശക്തിയായിരുന്ന അമേരിക്ക ഇന്ന് ആത്മപരിശോധനയ്ക്ക് നിർബന്ധിതരായിരിക്കുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്.